ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫണ്ണോളജി. അപ്പോൾ നമ്മൾ 4-5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിലായി പോയി. അതുകൊണ്ടാണ് നമുക്കെന്തായാലും ഈ വീഡിയോയിലേക്ക് കിടക്കുക. എൻലെസ് നൈറ്റ് മെയറാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്ബൊക്കെ അടിക്കുക, അതൊന്നും മറക്കരുത്. നേരെ കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തോ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. പയ്യൻ നല്ല ഉറക്കത്തിലായിരുന്നു. 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കയറാം ഗൈസ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പയ്യൻ്റെ വീട്ടിൽ 11 മണിയാണ്. നമ്മൾ 1 മണിക്ക് കളിക്കണം രാത്രി. നമ്മൾ കുറച്ച് മാസമായിട്ട് കളിക്കുള്ളൂ. അതെ ഗൈസ്. ഈ പുരാതന വസ്തു ടി വി ഒക്കെ ഇപ്പോഴും ഈ കാലത്തൊക്കെ ഉണ്ടോ? അതിലൊന്നുമില്ല ഗൈസ്. അതൊക്കെ എന്തോ കാണാം ഗൈസ്. ഈ പുള്ളിക്കാരനൊക്കെ എന്തോ കൊലപാതകമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് തോന്നണത്. പക്ഷെ 2 ഇടി കൊടുക്കും ഗൈസ്. ബാക്കിയുള്ള 3 പേരെ പ്രേതം ഓൾറെഡി തട്ടിയെന്നാണ്. നമുക്ക് എന്തായാലും മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാനാ പറയണത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് വലിഞ്ഞേറാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുന്ന അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് അങ്ങോട്ട് ഒരു നീണ്ട് വിടർന്നു. ഗൈസ് എന്തോ ഉണ്ട് ഗൈസ് അവിടെ സംഭവം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇടിക്കേണ്ടത് നല്ലോണം. നിങ്ങൾ വായ്പ അടം തിരിയിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക. നമ്മുടെ ബർത്ത്ഡേ ആണെന്ന് 11 വയസ്സായിട്ടുള്ള ഇതേതോ ചെക്കനാണെന്ന് തോന്നുന്നു. ക്യാമറ ഗൈസ് ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഗൈസ് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് അതെ ഗൈസ് നിക്കണ് ചേച്ചി മോളെ. ഓ മാസാണ് ഉദ്ദേശിക്കണം. ഞങ്ങൾ 2 തീയതി ഗായ്സ്. നമ്മ ഇതൊന്നും കണ്ട് പേടിക്കൂല. നമ്മ ചെറുതായിട്ടൊന്ന് മേടിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വിചാരിക്കരുത്. ട്രയാങ്കിൾ കീ എന്തേലും ആവട്ടെ, നമുക്ക് നൈസായിട്ട് ട്രയാങ്കിൾ കീ ഒക്കെ എടുത്തൊന്നും പോവാം. നമുക്ക് എന്തെങ്കിലും തുറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും ഗൈസ്. ഗൈസ് നമ്മളോട് 2nd ഫ്ലോറിലേക്കാണ് പോകാൻ പറയണത്. ഇവിടെ സെറ്റപ്പ് തന്നെ. വീടൊക്കെ സെറ്റപ്പ് ഉണ്ടോ? പ്രയത്തിന് ഇത്ര സെറ്റപ്പ് വീടാ. എന്തായാലും നമുക്ക് 2nd ഫ്ലോറിലേക്ക് കയറി വെക്കാം ഗൈസ്. ഇവിടെ ഒരു ചുമപ്പ് മയമുള്ള കംപ്ലീറ്റ്. ഇവിടെ എന്തോ കൊലപാതകം നടന്നാന്ന് തോന്നുന്നു. 237. അതെ ഇവിടെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്തോ ക്രൈം നടന്നാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നിന്നാണ് ആ 3 പേരിൽ ഒരുത്തനെ തട്ടിയത് ഗൈസ്. ആരോ പോണുണ്ട് ഗൈസ്. അത് നോക്കിയാ അത് ആ പെണ്ണും പോലെ. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? അങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോയിട്ട് കാര്യമില്ല. നമ്മ 2 ഇടിയ എടുക്കും ഗൈസ്. നമ്മുടെ ഗൈസ് ഇതാ തട്ടിപ്പോയ പയ്യനാണ്. ന്യൂസ് പേപ്പറിന്റെ കഷ്ണോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നൈസായിട്ട് ഇപ്പുറത്തെ ഡോറിൽ കൂടെ പോയി തപ്പാം ഗൈസ്. അതൊക്കെ തുറന്നു തന്ന് മനസാക്ഷി. അതേ ഒരു കൊച്ചു ഫോണാ ഗൈസ്. ആ കൊച്ചവിടെ വന്നിച്ചിരിക്കണം. നമുക്ക് ഫോണൊക്കെ എടുത്ത് നൈസായിട്ട് മുങ്ങാ. കൊച്ചിന്റെ ഫോൺ വന്നാണ് ഗൈസ്. 3-4 കൊച്ചിങ്ങൾ ഒരേപോലത്തെ ഇരട്ടകളാന്ന് തോന്നുന്നു. നമുക്ക് എന്താ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. പ്രേതം എന്തായാലും ചേച്ചി അവിടെ നിന്ന് കരയാണ്. എന്തോ പ്രശ്നം, സീരിയസ് പ്രശ്നമൊക്കെ. ഡൈവേഴ്സ് ലെറ്ററൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി മാഞ്ഞുപോയി. ഇതൊക്കെ എന്തോ ഇവിടെ നടക്കണ്ട് ഗൈസ്. നമ്മള് ഗൈസ് ഇതൊരു 10-13 ഡോറുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു ഐഡിയ ഇല്ല. അവര് തന്നെ തുറന്നു തന്നെ. പിന്നെ നമ്മ എന്തിനാ കളിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇതാരാണ്? പോലീസ് ബഡ്ജ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് മെഡിസിനൊക്കെ എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് മെഡിസിനൊക്കെ അവർ മുൻകൂട്ടി തന്നുണ്ട്. അപ്പം ഇനി വരാൻ കിടക്കണത് ദാരുണമായ കാര്യങ്ങളാണ്. നിങ്ങൾ വെറും 20 സബ് ഒപ്പിച്ചാൽ ഞങ്ങൾ ഐസ്ക്രീം ചെയ്യുന്നതായിരിക്കും. അതെ ഗൈസ്, അതൊന്നും നിങ്ങൾ മറക്കരുത് ഗൈസ്. നമുക്ക് മെഡിസിനൊക്കെ തന്ന എൻ്റെ പൊന്നോ. ഇവിടെ വേറെ റൂം ഗൈസ്. നമ്മുടെ പട്ടിയായിരുന്നെന്ന് എനിക്ക് ഐഡിയ. പയ്യൻ പുറകെ നടക്കണ്ടായിരുന്നെന്ന് ഞാൻ കണ്ടില്ല. ഇപ്പൊ വേഗം കണ്ടാണ്. ഉള്ള ജീവനും പോയി. അയ്യോ ഗൈസ്. ഞാനൊരു പട്ടി പിടിച്ചെന്ന് പറഞ്ഞു ഗൈസ്. പട്ടി നമ്മളെ പിടിക്കാൻ വന്നേക്കണം ഗൈസ്. ഇവിടേക്ക് എന്താ ചെയ്യണ്ടേന്ന് നമുക്കൊരു ഐഡിയയും ഇല്ല. നമുക്ക് നൈസായിട്ട് ഇതങ്ങാണ്ട് തുറന്നേക്കാം ഗൈസ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗൈസ്. ഇവിടെ നമ്മൾ ഓൾറെഡി വന്ന ഡോറാണ്, കണ്ടില്ലേ? നിങ്ങൾ കാണാം 237 എഴുതി വെച്ചേക്കുന്നത്.
നമ്മളിവിടെ എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ നമുക്ക് ബാഡ്ജ് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് ആ ബാഡ്ജ് പോയി എടുക്കുക. ഇവിടെ ഉണ്ട് പോലീസ് ബാഡ്ജ്. ഗൈസ് ഇവിടെ എന്തോ റൗണ്ട് കീ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൗണ്ട് കീ എടുക്കാം. ഇവിടെ കുറെ ചട്ടിയൊക്കെ എടുക്കാൻ പറ്റുമോ? അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൈൻഡ്. അയ്യോ നമുക്ക് ഓടാ ഗൈസ്, ഓടാ തിരിഞ്ഞോടാ ഗൈസ്. ഉള്ള ജീവനും പോയി. ഇവിടെ എണ്ണോണ. അയ്യോ ഗൈസ് അവിടെ റൗണ്ട് കീ ആണ്. നമുക്ക് അവിടെ അത് ഉപയോഗിക്കാൻ പറ്റൂല. നമ്മുടെ സെക്കൻഡ് ഫ്ലോർ കോറിഡോർ. സെക്കൻഡ് ഫ്ലോർ ഗ്രൂപ്പ് ഫോട്ടോ. ഗൈസ് ആ സ്റ്റെപ്പിന്റെ പൊക്കത്തുണ്ട് ഏതമ്മണ്ടെന്ന് തോന്നണ്. അയ്യോ ഗൈസ് പിടിച്ച് പൊക്കി. നമുക്ക് വേഗം പോയിട്ട് ടേബിളിന്റെ അടിയിലേക്ക് വല്ലതും പിടിക്കാം. നമ്മുടെ ബ്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. പയ്യന്റെ ഹാർട്ട് നല്ലോണം ഇടിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വിളിച്ചിരിക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുള്ളിക്കാരത്തി അവിടെ ഇല്ലെന്ന് വിശ്വസിച്ച് ജാക്കറ്റ് നമ്മൾ എടുത്തിടണോ? പോലീസ് ജാക്കറ്റ് ഒക്കെ ഗൈസ്. ഇവിടെ പുള്ളിക്കാരത്തി ഇല്ലെന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നേറാം. അത് ഇവിടെ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നണം. ഇല്ല ഗൈസ്, നമ്മൾ പോലീസാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കളിക്കുക. അതെ, എൻലെസ് നൈറ്റ് മെയർ എന്ന ഗെയിമിൽ ഗൈസ് കൊച്ചിരിക്കുന്നുണ്ട്. അതിനേക്കാളും ക്ലൂ കണ്ടുപിടിക്കാനാ പറയണത്. ഈ ടി വിയിലൊക്കെ ഉണ്ട് ക്ലൂ. ടി വി നമുക്കിവിടെ ഓഫ് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ആ പുള്ളിക്കാരത്തി എവിടെ നിന്ന് വേണമെങ്കിലും പൊങ്ങി വരാം. ഉള്ള ജീവനും കളയും. അയ്യോ ഗൈസ്, നമുക്ക് ഈ കുപ്പി എടുത്ത് എറിഞ്ഞു നോക്കാം. അല്ല പിന്നെ വാടി. അയ്യോ പൊക്കി. നമ്മളെ പൊക്കി ഗൈസ്. നെഞ്ചത്തിട്ട് 2-3 കുത്തും കുത്തി 2 ഇടി കൊടുക്കും ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടാമതൊന്നും കൂടെ 11 മണിക്ക് എണീറ്റിട്ടുണ്ട്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു സമയം ഓടൂലെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ പട്ടി മച്ചാനെയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഫൈൻഡ് ക്ലൂ എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവശേഷിക്കണത് ക്ലൂ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും. ഇത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. റേഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ആ തള്ളത് കേട്ട് വരും ഗൈസ്. ഇവിടെ ടേസർ ബുള്ളറ്റാണ്. നമുക്കിവിടെ തോക്കൊക്കെ കിട്ടുമെന്നാണ് തോന്നണത് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോലീസ് ഓഫീസറാണ്. ഇവിടെ കുറേ ഇടയിൽ കുറേ പാവനെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്ക് അറിയണം. കുറേ ന്യൂസ് പേപ്പർ കഷ്ണമുണ്ട്. ആകെ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നൈസായിട്ട് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പം നമ്മൾ ഇവിടെയൊക്കെ കൂടെ നടന്ന് ഗൈസ്. ഇത് അയ്യോ ഗൈസ്. അങ്ങനെ നമ്മൾ 3ാമത്തെ നൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിവിടെ പട്ടി വാലക്കാട്ടി അവിടെ കണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് ഈ പോലീസ് ജാക്കറ്റ് എടുക്കാൻ പറ്റും നോക്കാം. ഇത് പുള്ളിക്കാരൻ എപ്പോഴും വേറെയാണെന്നാ പറയണത്. അതൊന്നും നമ്മ വക വെക്കണ്ട. അപ്പോൾ പുള്ളി ഇട്ടിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഗൈസ് നമ്മളാ സാധനം പിടിക്കണം ഗൈസ്. ഇത് ഈ പൊക്കത്തേക്ക് കയറാറില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഫോൺ കോൾ അടിക്കുന്നുണ്ട്. പക്ഷെ ഫോൺ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. അത് ഇവിടെ ഉണ്ട് ഗൈസ്. പയ്യനപ്പോൾ കോൾ എടുത്തിട്ടുണ്ട്. എന്താ കോൾ എടുത്തല്ലെന്ന് തോന്നുന്നു. ഫോൺ വെറുതെ അടിച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് പൊക്കത്തേക്ക് തന്നെ പോവാം. കാരണം ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് ഇനി ക്ലൂ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഒക്കെ ഇവിടെ കഴിഞ്ഞെന്ന് തോന്നും. പിന്നെ ഈ കിട്ടാനുള്ള ഈ ചട്ടിയും കലമൊക്കെയാണ്. അയ്യോ പുള്ളിക്കാരത്തി കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് ഗൈസ്. അയ്യോ നമ്മളിവിടെ പെട്ട്. നമുക്ക് നേരെ അടിയിലേക്കല്ല ഇവിടെ ഒളിച്ചിരിക്കാം. പുള്ളിക്കാരത്തി കാണാൻ നോക്കട്ടെ. ചിലപ്പോൾ ഇവിടെ അടി ഈ പട്ടിയായിട്ട് നമ്മളെ കാണിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നു ഗൈസ്. സത്യം പറയാല്ല, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നൈസായിട്ട് പൊങ്ങാം. ചേച്ചി അറിഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ TV എന്തെങ്കിലും ഓഫ് ചെയ്യാം ഗൈസ്. ഈ അനാവശ്യമായിട്ടുള്ള സൗണ്ടൊക്കെയാണ് നമ്മളെ ഈ ചേച്ചീനെ കാട് വിളിച്ച് കിടത്തുന്നത്. ടേബിളൊക്കെ വെറുതെ കാലിയാണ്. ഒന്നും നമുക്ക് കിട്ടാനില്ല. നമ്മൾ മാക്സിമം വലിച്ചുറക്കാനുള്ളൊക്കെ വലിച്ചുറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ ടേസർ ബാറ്ററി ഗൈസ് അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റക്കായി പോയത്. നമുക്ക് ഇനി ഇവിടെ ഒന്നും തപ്പാനില്ല.
ഈ ആരുടെയൊക്കെ ബർത്ത്ഡേ 11 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വക വെക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് കേസ് അന്വേഷിക്കാൻ വന്നേക്കാണ്. ആർക്കെങ്കിലും ബർത്ത്ഡേ വരട്ടെ. അതെ, നമുക്ക് നൈസായിട്ട് ഗൈസ് അങ്ങനെ നമ്മ ഗെയിം 3 പ്രാവശ്യം കളിച്ച്. പക്ഷേ ചേച്ചി നമ്മൾ അടിച്ചിട്ട്. അപ്പോൾ നമുക്ക് കളിയൊക്കെ അങ്ങനെ എല്ലാ വശമൊന്നും മനസ്സിലായിട്ടില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.